അത് ബാലനായി വൃദ്ധനായി വന്ന് പഠിച്ചതാണ് ദൈവത്തിന്. ആരും ബൈബിൾ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചതല്ല, ജീവിതത്തിൽ പഠിച്ച കാര്യമാണ്. ജീവിതത്തിൽ പഠിക്കുന്നതിന് പ്രത്യേകതയുണ്ട് കേട്ടോ ദൈവത്തിന്. അത് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ചിലർക്ക് പഠിക്കണം. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ഓർക്കുക. ആ ദൈവദാസൻ പറഞ്ഞതാണ്, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെയാണ്. ഉടയുന്നതാണ് നല്ലത്. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഉടവുണ്ടാകാൻ നാം സമ്മതിക്കത്തില്ല, സ്ഥാനമാനങ്ങൾക്ക് ഉടവുണ്ടാകാൻ നാം സമ്മതിക്കത്തില്ല, ജീവിത ശൈലികൾ നമ്മൾ ഉടയുവാൻ സമ്മതിക്കത്തില്ല. പലരിലും നമ്മൾ ഉടയുവാനായി നാം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഉടയുന്നതാണ് നല്ലത്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു? ദൈവത്തിൽ നാം വായിക്കുന്നു, ഹൃദയം മുറുങ്ങിയവർക്ക് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഉടഞ്ഞത് കൊണ്ടൊരു പ്രയോജനമുണ്ടായി. ദൈവ സാന്നിധ്യം കുറെ കൂടെ അനുഭവിക്കാൻ ഹൃദയം മുറുങ്ങിയവർക്ക് യഹോവ ദൂരസ്ഥനല്ല. നിന്റെ ഹൃദയം മുടയുമ്പോൾ ദൈവം നിനക്ക് സമീപസ്ഥനായി. ആമേൻ. ഹൃദയത്തിന്റെ ഉടച്ചിലുകൾ നേരിടുമ്പോൾ ദൈവം നമുക്ക് സമീപസ്ഥനായി വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവേ, ഉടയാനൊരു കൃപ ദൈവം എനിക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഈ വായിക്കുന്ന വാക്യങ്ങൾക്ക് റഫറൻസ് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എടുത്ത് വായിക്കാനുള്ള സമയം കിടക്കുന്നില്ല. നിങ്ങൾ മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കുന്നു. ആ വാക്യം ഒന്ന് ദയവായി. അപ്പോൾ മഹാപുരോഹിതന്മാരും സാക്ഷിമാരും അവനെ വാഴക്കാൽ പിടിച്ച് കൊല്ലേണ്ടതിന് എങ്ങനെയെന്ന് 14-ാം അധ്യായം 1 മുതൽ 3 വരെ നാടകം വായിച്ചാണ് വായിച്ചു. ജനത്തിൽ കലഹമുണ്ടാകാൻ ഈ പുസ്തകത്തിൽ അരുതെന്ന് അവർ പറഞ്ഞു. അവൻ ബദാനിയെ കുഷ്ഠരോഗിയാൽ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ കല്ലിൽ അവൻ ബദാനിയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ എങ്കൽ ഭരണി ഇരേറിയ പച്ച ജലമാംസി തൈലം കൊണ്ടുവന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ. ശിമോന്റെ വീട്ടിലായിരുന്നു. കുഷ്ഠരോഗിയൊക്കെ ആണെങ്കിലും കർത്താവ് അവിടെ പോയിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന് അതിലൊന്നും ഒരു പ്രയാസമില്ലായി. ഈ വീട്ടിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാള് പെട്ടെന്ന് വന്ന് ഇരേറിയ തൈലം പൊട്ടിച്ച്, ആ ഭരണി പൊട്ടിച്ച് അവന്റെ തലയിലേക്ക് ഒഴിച്ചു. കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു, ഈ വെറും ജലം എന്തിനാ? കർത്താവ് പറഞ്ഞു, അവളെ വിടുക, അവളെ അസഹ്യപ്പെടുത്തരുത്, അവൾ എനിക്കൊരു ശുശ്രൂഷ ചെയ്തതാണ്. ആ ശുശ്രൂഷ എന്താണെന്ന് അറിയാമോ? എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ മുൻകൂട്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ലോകം പറയുന്നത് പോലെയല്ല ദൈവം നിന്റെ ശുശ്രൂഷയെ ആദരിക്കുന്നു. ഒരു പക്ഷേ ദൈവത്തിന് മാത്രം ലോകം നിന്നെ ആദരിച്ചെന്ന് വരുത്തില്ല. കൂട്ട സഹോദരൻ ആദരിച്ചെന്ന് വരത്തില്ല, കൂട്ട വിശ്വാസി ആദരിച്ചെന്ന് വരത്തില്ല, നീടെ ആദരിച്ചെന്ന് വരികയില്ല. എന്നാൽ നിന്റെ ശുശ്രൂഷയെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അകത്തുനിന്നാണെന്ന് മനസ്സിലാക്കിയാണ് കർത്താവിനെ കാണിക്കുന്നത്. പോരാ, ഒരുമാതിരി വളരത്തിലേക്ക് കിടക്കുന്നത് പോലൊന്നും ദൈവത്തെ ആകരുത്. ആത്മാവിന്റെ മഴ അനുഗ്രഹിക്കപ്പെട്ട കൊണ്ടുവരുന്ന ശുശ്രൂഷ, നീ കൊണ്ടുവരുന്ന തൈലം ഏത് അർത്ഥത്തിലാണ് കൊണ്ടുവരുന്നത്? മറ്റുള്ളവർ വിമർശിക്കട്ടെ, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, അവരവരല്ല. സർവശക്തനായ ദൈവം കാണിച്ചാണ് പറയുന്നത്. അതെ, അവളെന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി നേരത്തെ ചെയ്തതാണ്. സുവിശേഷ പ്രസംഗിക്കുന്നിടത്തൊക്കെ അവൾ ചെയ്തു പ്രസംഗിച്ചു. പക്ഷെ ഇന്ന് വരെ ഞാൻ
അവരോടൊക്കെ എന്ന് പറയാൻ ഉണ്ടോ ഉണ്ടോ? ഏത് സുവിശേഷം കണ്ടിരിക്കില്ല അവൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഒരു നല്ല കാര്യം ചെയ്താൽ ലോകത്താരും അറിയും. ഒരു വൃത്തിയായിട്ട കാര്യം സംഭവിച്ചാൽ 24 hours വേണ്ട, ലോകം മുഴുവൻ അറിഞ്ഞിരിക്കും. എല്ലാ സ്ത്രീകത്തിന് പത്രം നിന്നെ അറിയുന്ന കർത്താവ്, നിന്നെ അറിയുന്ന കർത്താവ് എല്ലാ അധികാരികളുടെ കടന്നു വന്നിട്ടുണ്ട്. അവൻ നിന്നെ മാനിക്കവല്ലേ. അവന് സഭയോടുകൂടെ വിളിച്ചു പറയട്ടെ, ഒരുക്കപ്പെട്ട ഫലനീയ തൈലവും അടച്ചു വെക്കാനുള്ളതല്ല. തൈലം അടച്ചു ഭദ്രമായി വെച്ചിരിക്കുന്ന പല ആളുകളുണ്ട്. രാഷ്ട്രീയം പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നവരുണ്ട്. പൊതിയാനല്ല, അടയ്ക്കാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. തുറന്ന് നാടുകളായി നീ അടച്ചു വെച്ചിരിക്കുക. സഹോദരിമാരെ, കൃപ പ്രാപിച്ച നിങ്ങൾ ഇത് അടച്ചു വെച്ചേക്കരുതേ. എന്റെ പ്രിയ കർത്താക്കന്മാരെ, കൃപ പ്രാപിച്ച നിങ്ങൾ ഇത് അടച്ചു വെച്ചേക്കരുത്. ഇത് അടച്ചു വെക്കാനുള്ളതല്ല. വിമർശനങ്ങൾ വന്നോട്ട്, പ്രതികൂലങ്ങൾ വന്നോട്ട്, ശുശ്രൂഷ നിന്റേതാണ്. നീ ആർക്കു വേണ്ടി ചെയ്യുന്നതോ, ആർക്കു വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് നീ പ്രബോധിപ്പിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, അവൻ നിന്നെ മാനിച്ചുവല്ലോ. പറയാനുള്ള ആലോചനകൾ ദൈവങ്ങളെ തന്നിട്ടുള്ളത് ഒളിച്ചു വെക്കാനും അടച്ചു വെക്കാനും കുട്ടിവെക്കാനുമുള്ളതല്ല. തുറന്ന് ഉടഞ്ഞാൽ സൗരഭ്യവാസന പരക്കും. കൊണ്ടുപോകട്ടെ. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാനാണ്. ആ ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം എല്ലാവരും ന്യായാധിപന്മാരുടെ 19-ാം വാക്യം ദയവായി വായിക്കാം. മധ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽമാരെ നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. ഇടത്ത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. ഞാൻ പറഞ്ഞു നേരെ ഒന്ന് പോവുകയാണ്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. അഭയപ്രനായ ആ യോവാശിന്റെ കണക്കിൽ ഗിദെയോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ദുഃഖയാണ്. ഒരു ദൈവത്തിന്റെ ദൂതൻ ഗിദെയോന്റെ അടുക്കലേക്ക് ചെന്നേച്ച് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ. ദൈവം എന്നോട് കൂടെയുള്ള യഹോവ നിന്നോട് കൂടെയുണ്ട്. ഞാനാണ് പരാക്രമശാലിയ. സത്യസന്ധനായിരുന്നു ഗിദെയോൻ. അല്ലാതെ മനസ്സിലൊന്നും പുറത്ത് വേറൊന്നും ഉള്ളവരല്ല. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമാണ് മാത്രം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഇങ്ങോട്ട് കയറി എന്തിപ്പിൽ കൊച്ചു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. ആ കൊച്ചു കുഞ്ഞ അത് പപ്പാടെ കയ്യിലിരിക്കുകയെന്ന് വിചാരിക്കുക. പപ്പാടെ ഇരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞ് അപരിചിതനായി ഞാൻ കയറി വന്നപ്പോൾ ചുണ്ട് കൊടുത്തി കരയാൻ തുടങ്ങി. ഓനെ എന്നൊന്ന് വിളിച്ചത് കൊള്ളു. ഉടനെ പപ്പ പറയും, നമ്മൾ കഥയിൽ ഇപ്പം മണ്ണയ്ക്കുന്ന പാർക്കുക കുഞ്ഞ് അനങ്ങിപ്പോഴേ ദാസന എന്നൊക്കെ പറയും. കുഞ്ഞിന് മനസ്സിലാവും. ഇതൊന്നും പറയാൻ കുഞ്ഞിന് മനസ്സിലാത്ത, കുഞ്ഞിനെ എന്നെ മനസ്സിലാകാത്തോളത്തോളം കാലം അതിന്റെ പരമാർത്ഥ മനസ്സിൽ ഞാനൊരു അപരിചിതൻ തന്നെയാണ്. ആർട്ടിഫിഷ്യലായി കൃത്രിമത്വം വരുത്തി എന്തു പറഞ്ഞാലും ആ കുഞ്ഞിനത് മനസ്സിലാകുകയില്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ പരമാർത്ഥ ഹൃദയമാണ്. എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ടാകും.
ദൈവം അനുഗ്രഹിക്കും. ആ പരമാർത്ഥ ഹൃദയത്തോട് കൂടി പറഞ്ഞു, യഹോവ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഇനി കാണുന്നതൊക്കെ യഹോവ കൂടെ ഉണ്ടെങ്കിൽ ശമ്പളം കിട്ടിയിട്ട് എത്ര നാളായി? യഹോവ കൂടെ ഉണ്ടെങ്കിൽ 18 വർഷക്കാലം ഒഴിയാത്ത ഈ കടം എന്തുകൊണ്ട് ഒഴിയുന്നില്ല? യഹോവ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഇത്രയും നാളായിട്ട് ഈ കാട്ടമുട്ടുന്ന ഒരു വിള്ളലും ഇതുവരെ ഉണ്ടായിട്ടില്ല. യഹോവ കൂടെ ഉണ്ടായെങ്കിൽ ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രതിസന്ധി ഇതുവരെയും പരിഹരിക്കത്തില്ല. നിങ്ങൾ അടുത്ത വാക്യം അവിടെ വായിച്ചു നോക്കുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എവിടെ എന്നവൻ ദൂതരോട് ചോദിച്ചു. ഇന്ന് രാത്രി പലപ്പോഴും നമ്മൾ ചോദിച്ചേക്കാം, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങേക്ക് പ്രവർത്തിച്ചു കൂടെ? സ്തോത്രം. എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഉണ്ടോ? പലരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുമ്പിൽ വിഷമിച്ചിരിക്കുന്നവർ എന്നെ ഈ കഷ്ടത എത്ര നാളായി കർത്താവേ ഞാൻ സഹോദരൻ, ഞാൻ നിങ്ങളോട് പറയാം, പറയാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും കരഞ്ഞിട്ടും വിടുതലില്ലാതെ നീ നിൽക്കുകയാണെങ്കിൽ ഓർക്കുക, ഇതിന്റെ പിന്നിൽ ഒരു ദൈവിക നിയോഗമുണ്ട്. വളരെ നാളുകളായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ, നിന്റെ കുലഞ്ഞ പ്രശ്നങ്ങൾക്ക് മറുപടി ലഭിക്കാതെ നീ ജീവിക്കുന്ന സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണ്, ജ്ഞാനപ്പെട്ട ദൈവത്തിന്റെ പൈതലാണ്, അഭിഷേകപ്പെട്ട ദൈവത്തിന്റെ പൈതലാണ്, എല്ലാവരും നന്മകളും അനുഭവിക്കുന്ന ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കിയ ദൈവ പൈതലാണ്. എന്തുകൊണ്ട് ഇതിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ല? വെറുതെയല്ല, ഇതിന്റെ പിന്നിൽ ഒരു നിയോഗമുണ്ട്. അങ്ങനെയുള്ളവരെ ദൈവം സമയം വരുമ്പോഴേ നോക്കുന്നുണ്ട്. സമയം വരുമ്പോഴേ ദൈവം നേരോട് വിധിക്കത്തുള്ളൂ. സമയം വരുമ്പോ അവൻ നോക്കും. പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ തർക്കുത്തരമൊക്കെ പറഞ്ഞിട്ടും ക്രൈസ്തവൻ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മ, ഈ പരമാർത്ഥ ഹൃദയത്തിന്റെ കാര്യം. യോനായ ഒരു ഉദാഹരണം. യോന എനിക്ക് വലിയ ഇഷ്ടമാണ്. പുള്ളി ഒരു നല്ല പരമാർത്ഥിയായിരുന്നു കേട്ടോ. ദൈവം നമ്പരാൻ പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ല. പുള്ളി യോനയെ വഴക്ക് പറഞ്ഞു, ആ ഉണക്ക് ഉണക്കി. ദൈവത്തിന്റെ സ്തോത്രം. ആകപ്പാടെ കോപിച്ചിരിക്കുക യോന. ദൈവം ഒരു ചോദ്യം, യോനായെ നീ കോപിക്കുന്നത് ദൈവമോ? നമ്മളങ്ങനെ പറഞ്ഞു. പരമാർത്ഥ ഹൃദയത്തിൽ നിന്ന് ആ ചൂടോടെ പുള്ളി തിരിച്ചടി കൊടുത്തു. ആർക്കാ? മരണപര്യന്തം കോപിക്കുന്നു വിഹിതം തന്നെ. നമ്മളാണെങ്കിലോ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതമാണ്. എനിക്കൊരു ദൈവം തിരിച്ചുകാൻ തോന്നുന്നു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, യോന ഇരിക്കുന്ന കോപിച്ചിരിക്കുന്ന ഈ ഹാമണക്ക് ഉണങ്ങി പുള്ളിക്കാരൻ ഇങ്ങനെ മുട്ടത്തലയിലെല്ലാം ചൂട് പഠിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ദൈവത്തിന് സ്തോത്രം ആ നിലവിലെ ഒരു അപ്പനും മോനും കൂടി ഇങ്ങനെ പോവുകയാണ്. പപ്പ മോന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. പ്രതികാരാണ്. അപ്പൊ എഴുത്തുകാരന്റെ എഴുതാൻ അതിലിങ്ങനെ പോകുമ്പോ ഈ യോന ദൂതനോ ഇവരെ നോക്കുന്നുണ്ട്. ദേഷ്യപ്പെട്ടിരിക്കുക. അപ്പൊ ഈ കുഞ്ഞ് പപ്പ എഴുതി, പപ്പ എന്തുകൊണ്ട് ഈ യോന നമ്മളോട് ദേഷ്യം? പപ്പ പറഞ്ഞു, മക്കളെ നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് യോന ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? പലരുടെയും വിചാരം ചത്താലും വേണ്ടിയല്ല. ഞാൻ പറഞ്ഞു രാത്രി ദൈവം തന്നെ അറിയുന്നു. പരമാർത്ഥ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണ്? ദൈവം അറിയുന്നുണ്ട്. അതിനെ അനുഗ്രഹിക്കാതിരിക്കുന്നില്ല. ശ്രദ്ധിക്കണമേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഗിദയോൻ ദൈവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തന്നെ നിന്നെ കൊണ്ടൊരു ശുശ്രൂഷ ചെയ്യിക്കാൻ. ശിവരാത്രി ഓർക്കണം, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോഴും ഒരു ഉഷിരുള്ളത് എന്താണെന്നറിയാം. ഇതിന്റെ സ്തോത്രത്തിനൊരു ഓളിയുള്ളത് എന്താണെന്നറിയാമോ? ഇതിന്റെ ഹല്ലേലൂയയ്ക്ക് ഒരു ശബ്ദമുള്ളത് എന്താണെന്നറിയാമോ? ഇതിന്റെ പ്രഭാവനം ദൈവം അംഗീകരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ കഷ്ടതയുടെ നടുവിൽ നടന്നാലും സ്വർഗത്തിലെ ദൈവം ഇതിനെ അവൻ പറഞ്ഞു, അവനോട് പറഞ്ഞു, എന്റെ സത്യം സമയമില്ല. 300 പേരെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. 300 പേരെന്ന് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം, പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു.
അത്ര രാത്രി കാവന്മാരെ നിർത്തിയപ്പോൾ